എയർ ഫ്രയറിൽ തേങ്ങ വറുത്തെടുക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായിട്ട് ഒരു മുറി തേങ്ങയാണ് ഇവിടെ ചിരണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിരണ്ടി എടുത്തതിന് ശേഷം അതിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഉടച്ച് ഒരേ പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ അത് ഒരുപോലെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കിച്ചണിലെ നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട്, അതാണ് ഈ കളർ ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ തേങ്ങ നമുക്കൊരു സിലിക്കോൺ പ്ലേറ്റിലേക്ക് മാറ്റാം. സിലിക്കോൺ പ്ലേറ്റിൽ വെച്ചതിന് ശേഷം അത് ഒരേപോലെ നിരത്തി കൊടുക്കണേ. നന്നായിട്ടൊന്ന് നിരത്തി വെച്ചതിന് ശേഷമാണ് നമ്മൾ എയർ ഫ്രയറിലേക്ക് വച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ എയർ ഫ്രയറിൻ്റെ ട്രോയിലേക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ വച്ച് കൊടുക്കണം. ഇപ്പോൾ ചൂട് സമയമല്ലേ, നമ്മൾ സ്റ്റൗവിലൊക്കെ വറുത്തെടുക്കുമ്പോൾ നന്നായിട്ട് വേർക്കാറൊക്കെ ഉണ്ട്. ഇത് നല്ല ഈസി ആയിട്ട് വറുത്തെടുക്കുകയും ചെയ്യാം, നമ്മളുടെ ജോലികളൊക്കെ അങ്ങ് നടക്കുകയും ചെയ്യും. അപ്പോൾ ഇത് എയർ ഫ്രയറിൽ വെച്ചതിന് ശേഷം സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ 180 ഡിഗ്രിയിലാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 4-5 തവണയെങ്കിലും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊരു 15 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഇതാ ഈ രീതിയിലാണ് ആയിരിക്കുന്നത്. വീണ്ടും ഒരു 10 മിനിറ്റ് ആകുമ്പോൾ വീണ്ടും ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഇതാ അല്പം കൂടി മാറ്റം വന്നിട്ടുണ്ട്. അടുത്തതിന് 5 മിനിറ്റ് ഉള്ളപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി നോക്കാം. കണ്ടോ, ഈ പരുവായിട്ടുണ്ട്. അപ്പോൾ എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്ന ഒരു ശകലം, ഒരു സ്പൂൺ അങ്ങാനും മതിയാവും. ഇല്ലെങ്കിലും ഒരു കുഴപ്പം, കൊളസ്ട്രോളൊക്കെ ഉള്ളവർ ഒഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്നുകൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി 1 മിനിറ്റേ ബാക്കിയുള്ളേ. 1 മിനിറ്റ് ആകുമ്പോഴത്തേക്കും 20 മിനിറ്റും പൂർത്തിയായിട്ടുണ്ട്, ഓഫായിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, ഈ പരുവത്തിന് കിട്ടും. കണ്ടോ, നന്നായിട്ട് വറുത്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ, കൂടാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.